ഹലോ ഗീസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വലിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചുരിദാർ തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ചുരിദാർ പീസ്. ഇത് നമ്മുടെ ഷാളിൻ്റെ പീസ്, ഇത് പാൻറ്റിൻ്റെ പീസാണ്. ഇതാണ് നമ്മുടെ ലൈനിങ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം വരച്ച് വെട്ടാനൊക്കെ ആയിട്ട് നമ്മളിവിടെ ലൈനിങ് തുണിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ലൈനിങ് തുണി ഇവിടെ 4 മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ലൈനിങ്ങിൻ്റെ ഫോൾഡ് വശം ഇവിടെയാണ് വരുന്നത്, ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മുടെ ഫുൾ ലെങ്ത് അടയാളപ്പെടുത്താൻ പോവുകയാണ്. 38 അര. അതെ, നമ്മൾ 38 അരയാണ് നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ട് അടയാളപ്പെടുത്തുന്നത്. നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഇറക്കം 40 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് മുകളിൽ തയ്ക്കാനും കൂടെ ആയിട്ട് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൂടുതലെടുക്കണം. മെയിൻ ക്ലോത്തിനേക്കാളും 3 ഇഞ്ച് ഇറക്കം കുറഞ്ഞ് മാത്രമാണ് ലൈനിങ്ങിന് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ 38 അര എടുത്തത്. നമ്മൾ ഇനി ഈ തുണിയിലേക്ക് അടയാളപ്പെടുത്താൻ പോകുന്നത് ഷോൾഡറും കഴുത്തിൻ്റെ അളവുമാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. കഴുത്തകലം 3 ഇഞ്ച്. കഴുത്തകലം നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡർ 7 ഇഞ്ച്. അതെ, ഷോൾഡർ നമ്മൾ 7 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ ഷോൾഡറിൻ്റെ അളവ് എടുക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഷോൾഡറിൻ്റെ അളവ് എടുത്ത് അതിൻ്റെ പകുതി എടുക്കണം. പകുതിയുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. ഇനി നമ്മൾ ഇതിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് ആം ഹോൾ, അതായത് കൈക്കുഴിയാണ്. ഇവിടെ നിന്ന് 6 ഇഞ്ചാണ് ആം ഹോൾ എടുക്കേണ്ടത്. കറക്റ്റ് അളവാവാൻ വേണ്ടി ഇവിടെ നിന്നും 7 ഇഞ്ച് കറക്റ്റാണോ എന്ന് നോക്കാം. നമ്മൾ ഇതിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് ചെസ്റ്റ് വണ്ണമാണ്. 36 ഇഞ്ച് ബോഡിയിൽ നിന്നെടുത്ത അളവാണ് നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. 36ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടണം. 36ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പം 40 ആയി. 40ൻ്റെ 4 ഭാഗമാകുമ്പോൾ 10 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമ്മൾ ഇതിൽ ഷോൾഡറും കൈക്കുഴിയും വരച്ചു യോജിപ്പിക്കാൻ പോവുകയാണ്. ഇനി ഈ തുണിയിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കഴുത്താണ്. കഴുത്തകലം നമുക്ക് 2 മതി. ക്യാൻവാസ് ഇത് കഴുത്ത് വെട്ടുന്നില്ല, ക്യാൻവാസിലാണ് ഇത് ശരിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് 3 ഇഞ്ച് കഴുത്തകലം എടുക്കണം. ഫ്രണ്ട് നെക്ക് 5.5. ബാക്ക് നെക്ക് 4 ഇഞ്ച്. ഇനി നമ്മൾ ഇത് വരച്ച് യോജിപ്പിക്കാൻ പോവുകയാണ്.
ഇനി നമ്മൾ വേസ്റ്റ് ലെങ്ത് ആണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 14.5 മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇതിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് വേസ്റ്റ് വിഡ്ത്താണ്. ബോഡിയിൽ നിന്ന് എടുത്തത് 34 ഇഞ്ചാണ്. 34ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 38. 38ൻ്റെ 4 1 9.5. 9.5യുടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 11 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത് ഹിപ്പ് ലെങ്തും ഹിപ്പ് വിഡ്ത്തുമാണ്. 20 ഹിപ്പ് ലെങ്ത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 20.5. ഹിപ്പ് വിഡ്ത്ത് 38 ഇഞ്ചാണ്. 9.5 വരും. 9.5 കൂടെ ഇവിടെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാത്രം മതി, അധികം വേണ്ട. 38നെ 4 ഭാഗിച്ചതാണ് 9.5 വരുന്നത്. ഇനി നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ അടിവശത്തെ വണ്ണമാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഹിപ്പ് വിഡ്ത്തായിട്ട് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 10.5 അടയാളപ്പെടുത്തിയിരുന്നത്. ഇവിടെ അളവെടുത്ത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 11.5 നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി ഈ പോയിന്റുകളെല്ലാം വരച്ച് യോജിപ്പിക്കാം. നമുക്കിനി ചുരിദാറിൻ്റെ അടിഭാഗത്തായിട്ട് 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കാം. ഇനി നമുക്ക് കൈക്കുഴി വരച്ച് ചേർക്കാം. 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ 6 ഇഞ്ച് എടുത്തതിൻ്റെ പകുതി 3 ഇഞ്ച് അടയാളപ്പെടുത്തി ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിൽ ബാക്കിലെ കൈക്കുഴിയാണ് അടയാളപ്പെടുത്തിയത്. ഇനി നമുക്ക് ഫ്രണ്ടിലെ കൈക്കുഴി അടയാളപ്പെടുത്തണം. ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മളുടെ കൈക്കുഴി ആയാലും കഴുത്തായാലും വെട്ടുമ്പോൾ ആദ്യം കയറി നിൽക്കുന്ന ഭാഗം, അതായത് കുഴിഞ്ഞതല്ല, കയറി നിൽക്കുന്ന ഭാഗം ആദ്യം വെട്ടാൻ ശ്രമിക്കുക. അതായത് ബാക്കിലെ കൈക്കുഴിയും ബാക്കിലെ കഴുത്തും ആദ്യം വെട്ടാൻ ശ്രമിക്കുക. പിന്നെ മാത്രമാണ് ഫ്രണ്ടിലെ കൈക്കുഴി ആയാലും കഴുത്തായാലും വെട്ടുന്നത്. ഇനി നമുക്ക് ലൈനിങ് പീസ് വെട്ടാം.
നമ്മൾ ഇപ്പോൾ കഴുത്ത് വെട്ടുന്നില്ല, കാരണം നമ്മൾ ക്യാൻവാസ് ഉപയോഗിച്ചാണ് കഴുത്ത് തയ്ക്കുന്നത്. ഇനി നമുക്ക് ഇത് ഇവിടെ വെച്ച് 2 പാർട്ടായിട്ട് മുറിക്കാം. നമ്മുടെ ഷോൾഡറിൻ്റെ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് 2 പാർട്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട്. ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പാർട്ടിലാണ്. നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയാണ് ഈ വെട്ടി ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈനിങ് ഇവിടെ വെട്ടി കഴിഞ്ഞിട്ടില്ല. നമ്മൾ കട്ടിങ് വീഡിയോ, ചുരിദാർ കട്ടിങ് വീഡിയോ ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്തിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം വ്യക്തമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, വ്യക്തമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ചുരിദാർ കട്ടിങ് വീഡിയോ പാർട്ട് 2 ഉടനെ എത്തുന്നതായിരിക്കും.